പഹൽഗാം കാശ്മീരിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ തടാകത്തിൻ്റെയും പിന്നെ കാശ്മീരിലെ ഗാർഡൻസിൻ്റെ എല്ലാം വീഡിയോ കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നോ? പിന്നെ ഞങ്ങൾ പഹൽഗാമിലേക്ക് അടുത്തുകൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴി മൊത്തം ആപ്പിൾ തോട്ടങ്ങളാണ്. പിന്നെ ഇത് ഒരു ആപ്പിൾ മരമാണ്. ആപ്പിൾ തോട്ടം സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്തിയേക്കുവാണ് ഈ ആപ്പിൾ തോട്ടം കണ്ടുകൊണ്ട്. ഇവിടെ ഫുൾ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളിപ്പോൾ മെയ് വന്നുകൊണ്ട് ആപ്പിൾ സീസൺ അല്ല. ഇതുപോലെ ആപ്പിൾ ഇപ്പം കുഞ്ഞായിട്ട് ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ പെഹൽഗാം പോണ വഴിക്ക് ഇവിടെ ആപ്പിൾ മരം, അതായത് ഇവിടെ നിറച്ച് ആപ്പിളിൽ വിൽക്കുന്ന കടകളാണ്. ഇവിടെ ഞങ്ങൾ തോട്ടം കണ്ടിട്ട് നിർത്തിയതാണ്. ഇവിടെ ജ്യൂസ് ഉണ്ട്, ജാമുണ്ട്, ചട്നി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ കുറേ ചെമ്മരിയാടുകളും ഉണ്ട്. കണ്ടോ, ഇവിടെ കുഞ്ഞു കുഞ്ഞു ആപ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അതായി വരുന്നതേ ഉള്ളൂ, അതിൻ്റെ സീസൺ ആയിട്ടില്ല. പിന്നെ ആപ്പിൾ തോട്ടത്തിനകത്ത് ചെമ്മരിയാടുണ്ട്. ചേച്ചി ഇപ്പം അതിനെ പിടിക്കാൻ പോവാ. ചേച്ചിയെ കണ്ടപ്പോൾ അതെല്ലാം എഴുന്നേറ്റ് പോയി. ഫ്രണ്ട്സ്, ഇത് കണ്ടു, ആപ്പിൾ മരങ്ങളെല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് ആപ്പിൾ ഉണ്ടായി നിൽക്കുവാണ്. ഇതെല്ലാം സെപ്റ്റംബറിലാണ് നിറച്ച് അടിപൊളിയാവുന്നത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇവിടെ ആപ്പിൾ തോട്ടം കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ആപ്പിൾ മരങ്ങളുണ്ട്. പക്ഷെ ഇപ്പൊ ആപ്പിൾ സീസൺ അല്ല, അതുകൊണ്ട് ഇത്രയും കുഞ്ഞിതൊക്കെ ആയിട്ട് ആപ്പിൾ ഉള്ളു. ഇത് ഒരു കാ പോലത്താണ്, ഒട്ടുമില്ല ഇവിടെ ആപ്പിള്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ജ്യൂസൊക്കെ മേടിച്ചേട്ടോ. ജ്യൂസിന്റെ ഇവിടെ ആപ്പിളൊക്കെ ഉണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ്. ചെറിയ ജാം അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇത് കാശ്മീരി ചെറിയാണ്. നിങ്ങൾ ആപ്പിൾ ജാമും ട്രൈ ചെയ്തു, പിന്നെ ചെറിയ ജാം. ഇത് ഇവിടെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് പലഞ്ചര ചട്നി ഉണ്ട്, അതുപോലെ തന്നെ ജാം. ഇത് മൾബറി. ഞങ്ങളിപ്പോ ഇവിടുന്ന് ആപ്പിളും വാങ്ങിച്ചു, പിന്നെ അവിടുന്ന് ജാമും വാങ്ങിച്ചു കേട്ടോ. അത് 4 ആപ്പിൾ ജാമും പിന്നെ 2 ചെറിയ ജാമുമാണ് മേടിച്ചത്. ഇവിടെ ആപ്പിളിന് 1 കിലോയ്ക്ക് 100 രൂപയാണ്. നല്ല ഫ്രഷ് ആപ്പിളാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നിറച്ച ആപ്പിൾ തോട്ടാണ്. ഇതിന്റെ അകത്ത് ചെമ്മരിയാടും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു കൂട്ടം ചെമ്മരിയാട് പോകുന്നത്. അതിനകത്ത് ചെറുതും വലുതും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പഹൽഗാമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കര രസമാണ് പോകുന്ന വഴി കാണാനായിട്ട്. ഇതുകൊണ്ട് പൈൻ മരങ്ങളാണ് നിറച്ച് പോകുന്ന വഴി. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഒരു നദി ഒഴുകുന്നത്. എന്ത് രസമാ നോക്കിക്കേ, അതിന്റെ വെള്ളത്തിന്റെ കളറ് കണ്ടോ. പിന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു വലിയ ബോർഡുണ്ട്, നമുക്കത് എന്താന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇത് ചെക്ക് പോസ്റ്റ് ആണ്. ഇവിടെ വെൽക്കം ടു പഹൽഗാം എന്ന് പറഞ്ഞൊരു വലിയ ബോർഡൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റ് ടോളൊക്കെ കൊടുത്തു. ഇത് ലിദ്ദർ എന്ന് പറഞ്ഞൊരു നദിയാണിത്. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വ്യൂ ആണ്. ഈ മൗണ്ടെയിൻസും പൈൻ ഫോറസ്റ്റും റിവറൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട്. ഫ്രണ്ട്സ്, ഈ റിവറിലെ വെള്ളം മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെഹൽഗാം മാത്രമല്ല കാണുന്നത്, പെഹൽഗാമിൽ ഒരുപാട് വാലികളുണ്ട്. അതെല്ലാം നമ്മൾ പോയി കാണും. പിന്നെ ഇവിടെ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ചിലപ്പോൾ പോകത്തുള്ളൂ, കാരണം ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോകത്തില്ല. ഫ്രണ്ട്സ്, നിങ്ങൾ ഇത് കണ്ടോ, ഇവിടെ വെൽക്കം ടു ശ്രീ അമർനാഥ് യാത്ര എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിൽ ഒന്നായ അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷൂട്ടിംഗ് പോയിന്റിലാണ്. ഇവിടെ
അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ റിവർ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ കുറെ മലകൾ, പിന്നെ ഇവിടെ ഐ ലവ് പെഹൽഗാം എന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ ഉണ്ട്. അതിന്റെ താഴെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. വ്യൂ പോയിന്റിലാണ് കേട്ടോ ഉള്ളത്. കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ നദിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഐസ് ഉരുകി വരുന്ന വെള്ളമാണ്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ഇഷ്ടംമാതിരി ഷോപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ കാണുവാനായിട്ട്. റാബിറ്റ് ഉണ്ട്, കബൂത്തറുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പാനിപൂരി, അവിടെ കഴിക്കാനുള്ള കുറേ സാധനങ്ങളും ഉണ്ട്. കീച്ചെയിനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഐ ലവ് കാശ്മീർ എന്ന് പറഞ്ഞ ഹാങ്ങറും ഉണ്ട്. ഇവിടെ ഈ ഒരു ലേക്കിന്റെ വ്യൂ പറഞ്ഞൊരു അടിപൊളി വ്യൂ ആണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതിന്റെ പുറകില് ഇങ്ങനെ ഫുൾ മഞ്ഞ് മല വരെ ഉണ്ട്, നല്ല അടിപൊളി മലകൾ. പിന്നെ അതിൽ പൈൻ ട്രീസ്, കുറെ ട്രീസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഇവിടെ കുറെ ഉരുളക്കല്ലുകള്, മെഡോസ്, അതുപോലത്തെ സംഭവങ്ങള്. പിന്നെ ഇവിടെ ഒരു അടിപൊളി ലേക്കുമാണ്. അത് കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ ലഡാക്കിൽ അങ്ങോട്ടാണ് പോകുന്നത്. ഫ്രണ്ട്സ്, ഇത് കണ്ട ഇവിടെ ടൂറിസ്റ്റിന്റെ വലിയ ക്യൂ ആണ്. ഇവിടെ ട്രാഫിക് ജാം ആണ് കേട്ടോ. ഇവിടെ നിറച്ചും വണ്ടി നിർത്തിയിട്ടേക്കുവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പെഹൽഗാമിൽ നിന്നും ചന്ദൻവാരി കാണാൻ പോവുകയാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു താഴ്വരയാണ്. ഇത് പെഹൽഗാമിൽ നിന്നും 16 കിലോമീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ നമ്മൾ അമർനാഥ് യാത്രയുടെ കാര്യം പറഞ്ഞാൽ, അപ്പോൾ ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കുന്ന ഈ അമർനാഥ് യാത്രയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ് ഈ ചന്ദൻവാരി. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചന്ദൻവാരിയിൽ ഏകദേശം നവംബർ തൊട്ട് മെയ് വരെ മഞ്ഞ് മൂടിക്കിടക്കും. അപ്പോൾ നമ്മളൊരു മെയ് പകുതിയോടുകൂടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ മഞ്ഞെല്ലാം ഉരുകി നമുക്ക് താഴ്വരയൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇഷ്ടമായി മഞ്ഞുമല കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ ചെല്ലുമ്പോൾ നമുക്കും മഞ്ഞ് കാണാനും വരാനൊക്കെ സാധിക്കുമെന്ന് നമുക്ക് ഓർക്കാം. ഫ്രണ്ട്സ്, ഇത് മൊത്തം ഹെയർ പിൻ വളവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുന്നുണ്ട് നമുക്ക് വണ്ടി കയറി പോകാനായിട്ട്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, മഞ്ഞിങ്ങനെ മഞ്ഞുമലയിൽ നിന്ന് താഴോട്ട് ഊർന്ന് വീണ് കിടക്കുവാണ്. ഇതെല്ലാം അമർനാഥ് യാത്രയ്ക്ക് വേണ്ടിയുള്ള ക്യാമ്പുകളാണ് കേട്ടോ. നമ്മൾ പോരുന്ന വഴിയെല്ലാം നിറച്ച് ഇതുപോലത്തെ ക്യാമ്പുകൾ കണ്ടായിരുന്നല്ലോ അല്ലേ? ഓ ഫ്രണ്ട്സ്, ഇത് കണ്ടോ നമ്മുടെ മഞ്ഞൊരുക്കിയിട്ട് റിവറായിട്ട് വരുന്നത്. അത് ഭയങ്കര ഓസം വിഷ്വലാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ആദ്യം നമുക്ക് ഉറുമ്പുകൾ പോലെയാണ് കാണാൻ സാധിച്ചത്. ചന്ദൻവാലിയിലാണ് അങ്ങോട്ടുണ്ട്. ഞങ്ങളിപ്പോ മഞ്ഞിന്റെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഗ്ലൗസ് ഒക്കെ മേടിച്ചു. അവിടെ മഞ്ഞുണ്ട്. അവിടെ ഞങ്ങള് ബോളൊക്കെ ആക്കിയിട്ട് എറിയും. നല്ല രസമായിരിക്കും. പിന്നെ പോണ വഴി മൊത്തം കടകളാണ്. മഞ്ഞുമലയുടെ അടുത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി ഇവിടെ മൊത്തം തെന്നലാണ് കേട്ടോ. മലയിൽ നിന്ന് മഞ്ഞ് ഉരുകി വന്നിട്ടാണ് ഇവിടെ മഞ്ഞ് വന്ന് കിടക്കുന്നത്. പക്ഷെ സംസാരിക്കാൻ പറ്റൂല, അത്രയ്ക്കും ഇതാണ്. നല്ല വ്യൂ ഒക്കെയാണ്.
ഫ്രണ്ട്സ്, ഈ മഞ്ഞുമലയിൽ നിന്ന് മഞ്ഞിങ്ങനെ ഉരുമി മൊത്തം താഴെ വന്ന് കിടക്കുകയാണ്. ഇവിടെ നിറച്ച ആൾക്കാരാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ നിങ്ങള്? ഫ്രീ കാർഡിനെ കാണാൻ സാധിക്കുന്നത് കുറെ കാർഡുകൾ കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നത് ഫ്രീ കാർഡാണ്. മിസ് സ്നോ ഏഞ്ചൽ ചെയ്യുന്നതാണ്. ഒരു റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതുപോലെയാണ് കേട്ടോ. ഐസിൽ നിന്നാണ് ഈ റിവർ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഐസ് വീണിട്ട് ആ ഐസ് ഈ പുഴയായി മെൽറ്റായി ഒരു അരുവി പോലെ ഉണ്ടാക്കുകയാണ്. ഓ ഫ്രണ്ട്സ്, ഇതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ അത്? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണോ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചന്ദൻവാരിയിൽ നിന്നും ആലുവാരിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഫ്രണ്ട്സ്, കുതിരകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇതുണ്ട് ഒരു അടിപൊളി ബ്രിഡ്ജ്. നല്ല രസമാണത് കാണാനായിട്ട്. ഫ്രണ്ട്സ്, ഈ റിവറിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണത്. ഫ്രണ്ട്സ്, ഈ വാരിയിൽ മൊത്തം ചെമ്മരിയാടുകളാണ് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുഞ്ഞു പൊട്ട് പോലെ നിൽപ്പുണ്ട്. ഫ്രണ്ട്സ്, അപ്പം നമ്മളുള്ളത് ആലുവാലിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ആലുവാലിയിലേക്ക് ഇവിടുന്ന് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് 5 മിനിറ്റ്സ് നമുക്ക് ജേർണി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴി നിറയെ കുതിരകളാണ് കേട്ടോ. ഇവിടെ ഹോഴ്സ് റൈഡ്, പോണി റൈഡൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ അതിൽ കയറി ഒരു നല്ല ദൂരം നടക്കണം. പിന്നെ ഈ കല്ലിൻ്റെയും മുള്ളിൻ്റെയൊക്കെ മുകളിൽ കൂടെ ആയതുകൊണ്ട് അത് നമുക്ക് നടുവേദന എടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഹോഴ്സ് റൈഡ് ഞങ്ങൾ ചൂസ് ചെയ്തില്ല. ഫ്രണ്ട്സ്, ഇവിടെ മൊത്തം ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് കേട്ടോ. വേറെ ഷോപ്സും ഉണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പർച്ചേസ് ചെയ്യാൻ ഓർത്തിരിക്കുകയാണ്. ഇവിടെ പല ടൈപ്പ് ഉണ്ട്. മാംഗോ, കിവി, ഗോൾഡൻ കിവി, പിന്നെ പീച്ചസ്, കുറേ സാധനങ്ങളുണ്ട്. ബ്ലാക്ക്ബെറി, ബ്ലൂബെറി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാത്തിനും ടേസ്റ്റ് അറിയാൻ വേണ്ടി മിക്സായിട്ട് വാങ്ങിക്കാൻ ഓർത്തിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടുന്ന് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല വൈബാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളുണ്ട്. പിന്നെ നല്ല മഞ്ഞുമലകൾ കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ബാലി പോലെ മഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കിയെല്ലാം അടിപൊളിയാണ്. നല്ല തണുപ്പാണ്. മഞ്ഞുമലയിൽ സൺറൈസ് അടിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ഗോൾഡൻ അവർ ലുക്ക് നമുക്ക്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്